നോവൽ കാലദർശനത്തിൻ്റെ കല എന്നാണ് നമ്മുടെ സെഷൻ. നോവൽ കേവലം ഒരു കഥ പറച്ചിലല്ല, ചരിത്രത്തിൻ്റെ വലിയ ക്യാൻവാസിനെ ഒരു വ്യക്തിയുടെ സൂക്ഷ്മ അനുഭവങ്ങളുമായി കോർത്തിണക്കി മനുഷ്യൻ്റെ കാലബോധത്തെ രേഖപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ മാധ്യമമാണ് നോവൽ. ഇന്നിവിടെ ഈ സെഷനിൽ നമ്മോടൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ എഴുത്തിൻ്റെ പുതിയ ഭാവുകത്വത്തെയും പുതിയ എഴുത്ത് രീതിയെയും ശീലിച്ച ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് എഴുത്തുകാരാണ്. അവരോടൊപ്പം ഒരേ വേദിയിലിരിക്കാൻ കഴിഞ്ഞത് വലിയ അംഗീകാരമായി കണക്കാക്കുന്നു. ഹോർത്തൂസിന് നന്ദി. ഇവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഒറ്റ വാക്കിൽ, സമയക്കുറവുള്ളതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാം. ഇവർ തീർത്ത ഭാവനയുടെ സ്വതന്ത്ര ലോകത്ത് നമ്മളോട് കഥ പറഞ്ഞവരൊക്കെ നമ്മൾ കഥയില്ലാത്തവരെന്ന് വിശ്വസിപ്പിച്ച കുറേ മനുഷ്യരാണ്. അവർ പറഞ്ഞ കഥകളൊക്കെയും മനുഷ്യാവസ്ഥയുടെ സങ്കീർണതകളും ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ എണ്ണമറ്റ നേരനുഭവങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലുകളുമാണ്. നോവലിൻ്റെ ഈ സെഷൻ്റെ ശീർഷകത്തെ തന്നെ മുൻനിർത്തി ചോദ്യങ്ങളിലേക്ക് കടക്കാം. കാലദർശനത്തിൻ്റെ കല എന്ന ശീർഷകത്തെ തന്നെ മുൻനിർത്തി രണ്ടുപേരോടുമാണ് ചോദ്യം. നിങ്ങളെങ്ങനെയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വർത്തമാന കാലത്തെ അതിൻ്റെ എല്ലാ സങ്കീർണതകളോടും കൂടി ഒരു ഇൻസൈറ്റായി, ഒരു ദർശനമായി ഭാവിയിലേക്ക് രേഖപ്പെടുത്തുന്നത്? കാലത്തിൻ്റെ ഈ ഒഴുക്കിനെ നോവലിൻ്റെ ഘടനയിലും ഭാഷയിലും എങ്ങനെയാണ് നിങ്ങൾ അടയാളപ്പെടുത്തുന്നത്? പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം. രാജശ്രീയോടും ബിനുവിനോടൊപ്പം ഇപ്പോൾ രണ്ടാമത്തെ വേദിയിലാണ്. അതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ ഹോർത്തൂസിനും നന്ദി. നോവൽ ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യരൂപമായി നോവൽ മാറിയിരിക്കുകയാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യരൂപമായി നോവൽ മാറുന്നു. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കവിത പോലെ അതിജീവിച്ച ഒരു സാഹിത്യരൂപമായി മാറുന്നു. നോവലിൽ ഇല്ലാത്തതൊന്നുമില്ല എന്ന് പറയാവുന്ന അവസ്ഥയാണ്. ആത്മകഥയും ജീവചരിത്രവും എല്ലാം നോവലിനോട് ചേർന്ന് വരുന്നുണ്ട്. ലേഖനങ്ങൾ നോവലിനോട് ചേർന്ന് വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകമെമ്പാടും നോവലിനെക്കുറിച്ചുള്ള വലിയ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും നല്ല നോവലുകൾ കഴിഞ്ഞ 25 വർഷമായിട്ട് ലോകസാഹിത്യത്തിൽ ഇറങ്ങുന്നുണ്ട്. മലയാളത്തിലും അതുപോലെയൊക്കെ കണക്കാക്കാവുന്ന നോവലുകൾ കുറേയെങ്കിലുമൊക്കെ നമ്മുടെ സാഹിത്യത്തിലും ഇറങ്ങുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ നോവലിനെക്കുറിച്ചുള്ള ഒരു ചർച്ച. ഈ പറഞ്ഞ പോലെ, ബിനു പറഞ്ഞതുപോലെ തന്നെ, ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം കാലത്തെ ആവിഷ്കരിക്കുക അല്ലെങ്കിൽ സമയത്തെ ആവിഷ്കരിക്കുക, ഇത് വളരെ ആഴത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ ചെറിയൊരു കാര്യമല്ല. അത് ഏറ്റവും നന്നായിട്ടും വെല്ലുവിളികൾ നേരിട്ടും ചെയ്യേണ്ട ഒരു സ്ഥലം നോവലാണെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ചും സമകാലിക ജീവിതത്തെ ആവിഷ്കരിക്കാൻ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ പലപ്പോഴും നോവൽ എഴുതി കഴിയുമ്പോൾ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കാലത്തെ അല്ലല്ലോ പലപ്പോഴും ആവിഷ്കരിക്കുന്നത്. ചിലപ്പോൾ ചരിത്രത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ നടക്കുന്ന കാലമല്ല അതിന് തൊട്ട് മുമ്പുള്ള അല്ലെങ്കിൽ കുറച്ച് പഴയ കാലത്തേക്ക് പോകും. അതൊക്കെയാണ് സാറ് സംഭവിക്കാറ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വർത്തമാനകാലത്തെ ആവിഷ്കരിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം വളരെ സങ്കീർണമായ ഒരു കാലമാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ജീവിതം വല്ലാതെ മാറിയിട്ടുണ്ട്. എഴുത്തുകാരൻ്റെ ഭാവനയെ പരിമിതപ്പെടുത്തുന്ന തരത്തിൽ നമ്മൾ ഈ സയൻസ് ഫിക്ഷൻ കൃതികളൊക്കെ ചെറുപ്പത്തിൽ ധാരാളമായി വായിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ തന്നെ സയൻസ് ഫിക്ഷൻ നോവലുകളും സിനിമകളുമുണ്ട്. നമ്മൾ ഭാവിയെ എന്താണ് എന്നറിയുന്നത്. പക്ഷേ ഒരു എഴുത്തുകാരന് പോലും അല്ലെങ്കിൽ ഒരു സിനിമാക്കാരന് പോലും ഇൻ്റർനെറ്റ് എന്ന സാധനത്തെ വിഭാവനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു സയൻസ് ഫിക്ഷൻ നോവലിലും അതിനെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞില്ല. അത്ര സാങ്കേതികവിദ്യ നമ്മുടെ ഭാവനയെ പുറകോട്ടടിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമീപകാലത്തെ ആവിഷ്കരിക്കുക അല്ല ഇന്നത്തെ കാലത്തെ ആവിഷ്കരിക്കുക എന്നാണ് ഏറ്റവും വെല്ലുവിളി എന്നാണ് ഞാൻ കരുതുന്നത്. അതിനെ നേരിടാനാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. അതിനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്നുകൂടി എനിക്കൊരു അഭിപ്രായമുണ്ട്. രാജശ്രീ കൂടുതൽ പറയും. നമസ്കാരം. നേരത്തെ ശ്രീ ഹരീഷ് സൂചിപ്പിച്ച പോലെ ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള എൻ്റെ രണ്ടാമത്തെ വേദിയാണ്. വളരെ സന്തോഷം. ശരിക്കും നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ചർച്ച ചെയ്തുകൊണ്ട് വരികയായിരുന്നു, ഇതിപ്പോൾ നോവലിലെ കാലദർശനം എന്ന് പറയണോ അല്ല കമലദർശനം എന്ന് പറയണമെന്ന്. കാരണം അപ്പുറത്തൊരു വേദി നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മനുഷ്യർ ഇതിൻ്റെ ക്രീമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വലിയ പ്രലോഭനത്തെ അതിജീവിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന സദസ്യർ സത്യം പറഞ്ഞാൽ നോവലിനെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും വായനയെക്കുറിച്ചും കൃത്യമായ അവബോധം പുലർത്തുന്ന
അല്ലെങ്കിൽ ഒരു എഴുത്ത് രൂപം, ഒരു ആഖ്യാന രൂപം ഈ ഒരു കാലത്ത് എങ്ങനെയാണ് മനുഷ്യരോട് സംവദിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് സംവദിക്കാൻ കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരത്തിന് ഹോർത്തോസിനോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മുഖങ്ങൾ ഒരുപാട് ഉണ്ട്, എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ പൊതുവേ നാം ഏത് സാഹിത്യ രൂപവും അതുണ്ടാകുന്ന കാലത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് പുതിയൊരാശയമല്ല, കുറേ മുമ്പ് തന്നെ നമ്മളത് സാഹിത്യത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാളിദാസനൊക്കെ കാലത്തിൻ്റെ ദാസനാണ് എന്ന് നാം പറയുന്നത് തന്നെ ആ ഒരു ആസ്പെക്റ്റിലാണ്. ഓരോ കാലത്തുണ്ടാകുന്ന കൃതി ആ കാലത്തിൻ്റെ കുറേ അടയാളങ്ങളെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, അതിനെ അതേപോലെ തന്നെ പകർത്തി വയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ ആ കാലത്തിൻ്റെ ഒരു പ്രതി ചരിത്രം പിന്നീട് അത് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇപ്പം ആഗസ്റ്റ് 17 കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി ക്ലിയർ ആവും. എങ്ങനെയാണ്, അതായത് ഇതൊക്കെ നടന്ന സംഭവമാണോ, അല്ലെങ്കിൽ ഏത് കാലത്ത് എങ്ങനെ സംഭവിച്ചതാണ്, ഈ സംഭവങ്ങളുടെ അനുസ്യൂതി എന്തായിരുന്നു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്ന സമയത്ത് ഫിക്ഷൻ അതിനെ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളുന്ന കാലം എന്ന് പറയുന്നതും യഥാർത്ഥ കാലമാവണം എന്നില്ല. കാലത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ സൗകര്യം എഴുത്തുകാരനുണ്ട്. സാങ്കല്പിക ചരിത്രങ്ങൾ വരുന്നത് പോലെ തന്നെ സാങ്കല്പിക കാലവും വരും. ഇപ്പം ഹരീഷ് എഴുതുന്ന സമയത്താണ് ഒരു വായനക്കാരി എന്നുള്ള നിലയ്ക്ക് ആ കാലത്തെ മാറ്റി വയ്ക്കുന്നത്. അതായത് നമ്മൾ ഒരു ഫോട്ടോഗ്രാഫിയിൽ എന്നതുപോലെ, ഒരു പിക്ചറിൽ എന്നതുപോലെ സംഭവിച്ച ഒരു കാലത്തെ, ഒരു ചരിത്രത്തെ ഒരു ഭാവനാകാലമായിട്ട്, ഭാവനാദേശമായിട്ട് അടയാളപ്പെടുത്തുന്നത് കണ്ടിട്ടുള്ളത്. ഈ ഒരു തലമുറയിൽ ഉള്ള എഴുത്തുകാരിൽ വെച്ച് ഒരുപക്ഷെ ഹരീഷിനെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം ആ കാലത്തെ ട്രീറ്റ് ചെയ്യുന്ന, ചരിത്രത്തെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. നമ്മുടെ നവചരിത്രവാദങ്ങളോടൊക്കെ ചേർന്ന് പോകാവുന്ന തരത്തിലുള്ള അത്തരം സംവാദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു നോവൽ കലയാണ് ഹരീഷിൻ്റേത് എന്ന് ഞാൻ കരുതാറുണ്ട്. അപ്പോൾ കാലത്തെക്കുറിച്ച് നമ്മൾ നോവലിനെ സമീപിക്കുന്ന സമയത്ത്, ഫിക്ഷനിൽ ഏതിനെയും സമീപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒന്ന്, ഈ നാം രേഖപ്പെടുത്തുന്ന കാലം റിയലാണോ എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും കാലം നോവലിൻ്റെ കേന്ദ്രമാവാറുണ്ട്. ഏത് കൃതിയിലും അതങ്ങനെ തന്നെയാണ്. നമ്മളിപ്പം CV-യുടെ നോവലുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സെൻറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, നോവലിൻ്റെ സെൻറ്റർ എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് ഉത്തരങ്ങൾ സാധ്യമാണ്. കാരണം ഹെൻറി ജെയിംസ് ഒക്കെ പറയുന്നൊരു കാര്യമാണ്, അതായത് 5 ദശലക്ഷം അങ്ങനൊരു കണക്കാണ് പറയുന്നത്. ഒരു നോവലിന് വേണമെങ്കിൽ, ഒരു കഥ വേണമെങ്കിൽ 5 ദശലക്ഷം രീതികളിൽ പറയാം എന്ന് പറയുന്നുണ്ട്. അത് നോവലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു തന്ത്രമാണ്. 5 ദശലക്ഷം രീതികളിൽ ഇത് ആവിഷ്കരിക്കാം എന്നാണ്. പക്ഷെ അതിൻ്റെ സെൻറ്റർ മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ, അപ്പോൾ പുതിയ കാലത്ത് നോവലിനെ വായിക്കാൻ എടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അംശം അത് തന്നെയാണ്. ഹെൻറി ജെയിംസിനെ ഓർഹാൻ പാമുക്ക് ഉദ്ധരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഇത് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ സെൻറ്റർ മാറ്റി സ്ഥാപിച്ച് നോക്കുക. അപ്പോൾ നോവൽ മറ്റൊരു കലയാവുന്നത് കാണാം. അപ്പം CV-യുടെ നോവലുകളിൽ അധികാരമാണ് നിങ്ങൾ സെൻറ്ററിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവിടെ നിൽക്കും. അതുപോലെ തന്നെയാണ് അതിനകത്തുള്ള കാലം, 3 കാലങ്ങളുടെ ഒരു ഒഴുക്ക് കാണാം അതിനകത്ത്. 3 കാലങ്ങൾ ആ നോവലിൽ എങ്ങനെ പ്രക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം. അപ്പോൾ ഇതൊരു സമയപ്രവാഹത്തിൻ്റെ കലയാണ് എന്നൊക്കെയുള്ളൊരു തീർപ്പിൽ നമ്മൾ എത്തുന്നത് ഇതിനകത്ത് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഈ നൈരന്തര്യങ്ങളുടെ ഒരു രീതിയാണ്. അത് എങ്ങനെ, അതായത് അതിനൊരു പൂർവാപരക്രമം വേണം എന്നില്ല. പലപ്പോഴും ബോധധാരാ സമ്പ്രദായത്തിൽ നോവൽ വരുന്ന സമയത്ത് നമ്മളത് കുറേ കൂടി കൃത്യമായി കാണാറുണ്ട്. ഇതിനൊരു പൂർവാപര ക്രമം ഉണ്ടാകണമെന്നില്ല, എങ്ങനെയാണ് ഇത് പറയുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു സീൻ മറ്റൊന്നിലേക്ക് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടുള്ള ആഖ്യാനങ്ങൾ കാണാൻ പറ്റും. അതായത് ഒരേ സമയം ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് കഥയെ പ്രക്ഷേപിക്കുക, ഒരു കാലത്ത് നിന്ന് ആ കാലത്തിൻ്റെ മുഴുവൻ ഘടകങ്ങളെയും കുറേ കൂടി ആഴത്തിൽ കുഴിച്ചു നോക്കിയാൽ മാത്രം കണ്ടെത്താവുന്ന രീതിയിൽ എടുത്ത് പുതിയൊരു കാലത്തേക്ക് വെക്കുക. അപ്പോൾ ഒരു ഇതിഹാസത്തിൽ നിന്നൊരു കഥ എടുത്തിട്ട് വർത്തമാനകാല രാഷ്ട്രീയവുമായിട്ട് ഒത്തുചേർത്തുകൊണ്ട് അതിൻ്റെ, അതായത് നമ്മുടെ പുതിയ കാലം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയത്തിന് കണക്കായിട്ട് പഴയ ഒരു കഥയുടെ അടരുകളെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് എഴുത്തിനകത്തുള്ളൊരു കാലനിർമ്മിതിയാണ്. ഇപ്പം നോവലിലെ കാലം എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പം ഈ ഒരു ആദ്യ റൗണ്ടിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കവി PN ഗോപികൃഷ്ണൻ അഭിപ്രായപ്പെട്ടതനുസരിച്ച്
ഇന്ന് കേരളത്തിൽ ആർക്കെങ്കിലും സ്വതന്ത്രമായി കഥയോ കവിതയോ നോവലോ എഴുതാൻ കഴിയുമെങ്കിൽ അതിന് കാരണം 2 പ്രധാനപ്പെട്ട വിധികളാണ്. ഒന്ന്, പെരുമാൾ മുരുകൻ കേസിലെ സുപ്രീം കോടതി വിധി. മറ്റൊന്ന്, മീശ കേസിലെ ഹരീഷിൻ്റെ മീശ കേസിലെ സുപ്രീം കോടതി വിധി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി എന്നൊരു സ്ഥാനം സാഹിത്യ ചരിത്രത്തിൽ മീശയ്ക്കുണ്ട്. പക്ഷേ ചോദ്യം 2 പേരോടും കൂടിയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള ആ സുപ്രീം കോടതി വിധി, സുപ്രധാനമായ ആ വിധി, ഭരണഘടനയിലും ജനാധിപത്യത്തിലുമുള്ള വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്നതാണെന്നിരിക്കെ രചനയിലെ സർഗാത്മകതയ്ക്കെതിരെ വാളുയർത്തുന്ന ഇത്തരം ഭീഷണികൾ കൊണ്ട് ഒരു എഴുത്തുകാരൻ്റെ പ്രതിഭയെ പ്രതിരോധിക്കാൻ കഴിയുമോ? മീശയുടെ കാര്യം ഞാൻ സാധാരണ എവിടെയും ചെന്ന് സംസാരിക്കാറില്ല. വെറുതെ ഒരു ഇരവാദം അടിക്കണ്ടല്ലോ എന്ന് വെച്ച് പറയാറില്ല. ചോദിച്ച സ്ഥിതിക്ക് പറയാം. മീശയുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് കോടതി വിധിയല്ല എഴുത്തുകാരന് എഴുതാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും അങ്ങനെ പറയാറുണ്ട്, കോടതി വിധി കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്, അല്ലെങ്കിൽ ഭരണഘടന കൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് പറയാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതല്ല. നമ്മുടെ മുൻ തലമുറ എഴുത്തുകാർ അവർ ധൈര്യപൂർവ്വം എഴുതിയത് കൊണ്ടാണ് നമുക്ക് സാധിച്ചതെന്നാണ് എൻ്റെ വിചാരം. കാരണം കേശവദേവ്, തകഴി, ബഷീർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒ. വിജയൻ ഖസാക്ക് എഴുതിയപ്പോൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നതിലധികം വിവാദം ഉണ്ടാക്കിയൊരു കൃതിയാണത്. ഒരുപാട് പേര് നിരന്തരം ചർച്ച ചെയ്യുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്ത കൃതിയാണ് ഖസാക്ക്. അതുപോലെ ബഷീറിൻ്റെ കൃതികൾ, ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ കൃതി ഇറങ്ങിയപ്പോൾ വ്യാപകമായിട്ട് അതിനെതിരെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഒരു പ്രതികരണം മാത്രമേ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ അത് അത്തരം എഴുത്തുകാർ, ആ തരത്തിലുള്ള എഴുത്തുകാർ എഴുതിയത് കൊണ്ടാണ് നമ്മുടെ തലമുറയ്ക്ക് ധൈര്യപൂർവ്വം എഴുതാൻ തീർച്ചയായിട്ടും കഴിയുന്നത്. അല്ലാതെ നമ്മുടെ ഭരണഘടന എങ്ങനെ നിൽക്കുന്നതുകൊണ്ടോ നമ്മുടെ കോടതി എങ്ങനെ നിൽക്കുന്നതുകൊണ്ടോ മാത്രമല്ല, അതും ഒരു ഘടകമാണെന്നുള്ളതേ ഉള്ളൂ. കോടതി വിധികൾ തീർച്ചയായിട്ടും എഴുത്തിനെ, പ്രത്യേകിച്ചും പെരുമാൾ മുരുകൻ കേസിലും മീശയുടെ കാര്യത്തിലും ഉണ്ടായ കോടതി വിധികൾ എഴുത്തിനെ ധൈര്യപൂർവ്വം എഴുതാൻ ഒരു എഴുത്തുകാരന് പ്രേരണയായിട്ടുണ്ട്. അത് എഴുത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ബാക്കി കലകളുടെ കാര്യത്തിലും അത് ശരി തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. പെരുമാൾ മുരുകനെ ഞാൻ ഇവിടെ കൽക്കട്ട ലിറ്ററേച്ചർ ഫെസ്റ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ പോകാൻ സാധിച്ചിട്ടില്ല ഒറ്റയ്ക്ക്. ഒരു തവണ പോലീസിൻ്റെ അകമ്പടിയോട് കൂടി വല്ലതും മറ്റോ പോയി. കാരണം അവിടെ ഒരു ജാതിക്കാരാണ് അദ്ദേഹത്തിന് നേരെ പ്രശ്നമുണ്ടാക്കിയത്. അവിടെ അദ്ദേഹത്തിന് അതിനൊറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല, അവരെ ഇപ്പോഴും ആക്രമിക്കാം. പക്ഷേ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് അങ്ങനൊരു സ്ഥിതിയില്ല. എനിക്ക് എൻ്റെ കവലയിൽ പോയി വൈകുന്നേരം മീൻ മേടിക്കുന്നതിനോ പച്ചക്കറി മേടിക്കുന്നതിനോ യാതൊരു കുഴപ്പവുമില്ല. അത് ആ സ്ഥലത്തിൻ്റെ വ്യത്യാസമാണ്. ഇതെല്ലാമാണ് നമ്മുടെ കേരളം എന്ന സ്ഥലവും അതോടൊപ്പം നമ്മുടെ മുൻ എഴുത്തുകാർ ഉണ്ടാക്കിയ ഒരു അവർ നേടിയെടുത്തൊരു ധൈര്യവുമാണ് ഇവിടുത്തെ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇവിടുത്തെ കലാകാരനുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുപ്രീം കോടതി വരെ പോയിട്ടില്ല, അതൊരു അനുഭവക്കുറവിൻ്റെ കാര്യമാവുമെന്ന് അറിഞ്ഞൂടാ. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വരെ പോയിട്ടുണ്ട് നിലവിൽ. മുകളിലേക്ക് പോകേണ്ടി വരുമോ എന്നറിയില്ല. പോകണമെങ്കിൽ പോകാം എന്നുള്ളതാണ് എൻ്റെയും ഒരു മനസ്സ്. കോടതി പക്ഷേ അത് സാങ്കേതികമായൊരു കാര്യമാണ്. നമ്മൾ കോടതി വിധികളുടെ സംരക്ഷണത്തോടു കൂടിയിട്ട് നോവൽ എഴുതുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നടക്കില്ല. അതായത് ഇപ്പം മിക്കവാറും നമ്മുടെ ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന സമയത്ത് കൗൺസിലേഴ്സ് പറഞ്ഞു വിടുമല്ലോ, നാളെ മുതൽ ഒരു 6 മാസത്തേക്ക് സ്നേഹിച്ച് ജീവിക്കാൻ നോക്കുമെന്ന്. അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. പക്ഷേ നമ്മൾ വീട്ടിൽ വന്നിട്ടൊരു പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി അങ്ങനെ 6 മാസം ജീവിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം യാന്ത്രികമായിട്ടുള്ള ഒന്നായിരിക്കുമോ അത്രത്തോളം യാന്ത്രികമായ ഒന്നാണ് ഈ കോടതി വിധിയുടെ സംരക്ഷണം കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മൾ ഒരു സാധനം ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏകദേശം കൃത്യമായ മറുപടി ശ്രീ ഹരീഷ് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതിനെ ബിനുവിൻ്റെ ചോദ്യങ്ങളുടെ കളക്ഷനിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്കും കൂടി ഒന്ന് വ്യാപിപ്പിച്ചാൽ ഒരുപക്ഷെ കുറേ കൂടി പൂർണ്ണമാവും അതിൻ്റെ ഉത്തരം എന്നാണ് കരുതുന്നത്. ഇപ്പോൾ അതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അത് ബിനു ചോദിക്കാത്ത ചോദ്യമാണ്, എന്നാലും അത് നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ വീണ്ടും ചോദിക്കുകയാണ്. അതൊരു പ്രശ്നമല്ലേ? കാരണം എന്നോട് 1-2 പേര് അത് അത്തരത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് എഴുതുന്ന സമയത്ത്, ഇവിടെ എഴുതുന്നവർ, നോവൽ എഴുതുന്നവർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മളെ നേരെ വരുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വിഷയം ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് അതിൻ്റെ അനുബന്ധം ആയിട്ട് വരാവുന്ന ഒന്നാണ് ഈ രാഷ്ട്രീയ ശരി. അപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ
ആ കൃതിക്ക് സംഭവിക്കാവുന്ന ചില വലിച്ചിലുകളും ചില ഇടർച്ചകളും ഭാവനാപരമായ ചില അസ്വതന്ത്രതകളും ഉണ്ട് എന്ന് തന്നെയാണ് ഈ 2019 മുതൽ 2025 വരെ നീണ്ട ഹ്രസ്വമായിട്ടുള്ള ഈ ഒരു എഴുത്തനുഭവം എന്നെ പഠിപ്പിച്ചത്. കഴിയുന്നതും ഒരു വായനാ സമൂഹത്തെ മുന്നിൽ കാണുമ്പോഴാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമായാലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പ്രശ്നമായാലും വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. വായനക്കാർ ഉണ്ട്, ആ ഒരു വായനാ സമൂഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തങ്ങളുടെ കൃതി ഏത് രീതിയിൽ വായിക്കപ്പെടണം എന്നുള്ളൊരു സാമാന്യമായിട്ടുള്ളൊരു ബോധം ഏത് എഴുത്തുകാർക്കും ഉണ്ടാവും. അതിനെ മറികടന്നുകൊണ്ട് ഇത് പോവുകയാണെങ്കിൽ ഇത് സത്യത്തിൽ വളരെ നേർത്ത അതിർവരമ്പുള്ളൊരു വിഷയമാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ചുവട് പിഴച്ചു പോകാവുന്ന ഒരു കയറ്റു വിദ്യ പോലെ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രീതിയാണ്. അത് ട്രപ്പീസിൽ നടക്കുന്ന പോലെയാണ്. ഒരു പരിധിക്കപ്പുറത്ത് അത്തരത്തിലുള്ളൊരു വായനാ സമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള എഴുത്ത് സർഗാത്മകമാവണമെന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതേസമയം പഴയ പോലെ സ്ലഡ് ഷെയ്മിങ്, ബോഡി ഷെയ്മിങ് ഒക്കെ വെച്ച് ഹാസ്യം ഉണ്ടാക്കുക, ആ തരത്തിൽ എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഏറ്റവും ഋണാത്മകമായിട്ടുള്ള നിലപാടുകൾ എഴുത്തിലേക്ക് കൊണ്ടുവരിക, അത് വളരെ കൃത്യമായിട്ട് തന്നെ പാർശ്വവൽകൃതർക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയം പറയുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് സവിശേഷമായി അഡ്രസ്സ് ചെയ്ത് വിടേണ്ട കാര്യമാണ് എഴുത്തുകാർക്ക് ഉള്ളത് എന്നാണ് ഞാൻ ഇപ്പം ഈ ഒരു നമ്മൾ ചിന്തിച്ച് വരുന്ന സമയത്ത്. ഈ ചെത്കോവ് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, ഒരേ സ്വരത്തിലുള്ള ശബ്ദം മാത്രം പുറപ്പെടുവിക്കാൻ ഞാനൊരു മരംകൊത്തിയല്ല എന്ന്. കാരണം നിലപാടുകൾ മാറുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിഷയങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു അംബ്രല്ല ടേമിൻ്റെ കീഴിൽ നിൽക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളടക്കം അഭിസംബോധന ചെയ്യാതെ ഒരു എഴുത്ത് തുടരാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനത്രത്തോളം കോടതി വിധികൾ സഹായകമാകും എന്നെനിക്ക് സംശയമുണ്ട്. രണ്ടുപേരുടെയും ദേശം നോവലിൽ പ്രകടമാണ്. നോവലിലെ ദേശം എന്നത് ഒരു പശ്ചാത്തലം മാത്രമായി നിലകൊള്ളാതെ നോവലിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക ധാരകളെ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂരിൻ്റെയോ കുട്ടനാടിൻ്റെയോ സവിശേഷമായ ഭൂമികയിൽ നിന്നുകൊണ്ട് എഴുതുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അതേസമയം ആ പ്രദേശത്തിൻ്റെ പ്രാദേശികമായ ചരിത്രപരമായ സത്യസന്ധത നിലനിർത്തുന്നതിൻ്റെ വെല്ലുവിളികളും ഒന്ന് പറയാമോ? നോവലിൻ്റെ ദേശം എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ദേശമല്ല. പലപ്പോഴും നമ്മുടെ വിചാരം കുട്ടനാടിനെ എഴുതുമ്പോൾ കുട്ടനാടിനെ അതേപടി ഒരു എഴുത്തുകാരൻ ആവിഷ്കരിക്കുന്നു, അങ്ങനെയല്ല. രാജശ്രീ കണ്ണൂരിനെ കുറിച്ച് എഴുതുമ്പോൾ കണ്ണൂരിനെ അതേപടി ആവിഷ്കരിക്കുന്നു എന്നതല്ല, അത് വേറൊരു സാങ്കല്പിക ലോകത്തെ അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. സാങ്കല്പികമായ ഒരു കണ്ണൂരാണ് അവിടെ ഉള്ളത്, സാങ്കല്പികമായ വേറൊരു കുട്ടനാടാണ് അവിടെ ഉള്ളത്. അവിടുത്തെ നമ്മൾ ചിലപ്പോൾ ചരിത്ര കഥാപാത്രങ്ങൾ അവിടെ കാണാൻ പറ്റും, പക്ഷേ ആ ചരിത്ര കഥാപാത്രം ഒരു സാങ്കല്പികതയുടെ അതിരുകൾക്കുള്ളിൽ നിൽക്കുന്ന വേറെ തരം ചരിത്ര കഥാപാത്രമാണ്. അങ്ങനെ വേണം നമ്മൾ നോവലിലെ സ്ഥലത്തെ മനസ്സിലാക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു സ്ഥലമല്ല, ഒരു പേരുള്ള സ്ഥലം എന്ന അർത്ഥത്തിലല്ല അതിനെക്കുറിച്ച് പറയുന്നത്. ചിലപ്പോൾ ഒരുപാട് കൃതികളിൽ സാങ്കല്പികമായ സ്ഥലങ്ങൾ വരാറുണ്ട്. ആ തരത്തിൽ നോക്കിയാൽ സ്ഥലം വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നോവലിൻ്റെ ആഖ്യാനത്തിൽ നമ്മൾ വിവരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിനൊക്കെ സ്ഥലം വളരെ പ്രധാനമാണ്. പിന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള എഴുത്ത്, അത് സാങ്കല്പികമായി പുനരാവിഷ്കരിച്ച സ്ഥലങ്ങളിൽ നിന്നുള്ള എഴുത്ത് അടുത്ത കാലത്ത് വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട്. പ്രാദേശിക ജീവിതത്തിൽ നിന്നുള്ള എഴുത്തുകൾ ധാരാളം, ഈ നോറോണയുടെ എഴുത്തുകൾ ധാരാളമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇതിലും ആവിഷ്കരിക്കപ്പെടുന്നത് നമ്മുടെ യഥാർത്ഥ അർത്ഥത്തിൽ ഇപ്പോൾ നൊറോണയുടെ കഥകളിൽ, അല്ലെ കെ എസ് സെബാസ്റ്റ്യൻ്റെ കഥകളിലുള്ള കടൽത്തീരം, അല്ലെ പി എഫ് മാത്യൂസിൻ്റെ ആവിഷ്കരിക്കുന്ന ലാറ്റിൻ ജീവിതം, ഇത് മൂന്നും ഏതാണ്ട് ഒന്ന് തന്നെയാണെങ്കിലും മൂന്ന് എഴുത്തുകാരും ആവിഷ്കരിക്കുന്ന മൂന്ന് തരത്തിലാണ്. അപ്പോൾ മൂന്ന് പേരുടെയും സ്ഥലം അതിനകത്ത് വ്യത്യാസപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇവിടെ അയ്മനം ജോൺ ഇരിപ്പുണ്ട്. അയ്മനം ജോൺ ആവിഷ്കരിക്കുന്ന അയ്മനവും അരുന്ധതി റോയ് ആവിഷ്കരിക്കുന്ന അയ്മനവുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. അത് തൊട്ടടുത്ത് താമസിക്കുന്ന ഉണ്ണിയാർ അവതരിപ്പിക്കുന്ന അയ്മനം, അതും ഈ രണ്ട് അയ്മനവുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. ഞാനിങ്ങനെ അരുന്ധതിയുടെ പുസ്തകം ആദ്യം വായിച്ച സമയത്ത്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ച സമയത്ത് എനിക്കൊരു വെളിച്ചം കിട്ടിയത് അങ്ങനെയാണ്. അതുവരെ നമ്മൾ അയ്മനം ജോൺ വായിച്ച അയ്മനത്ത് നിന്നും, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട അയ്മനത്ത് നിന്നും പുറത്ത് നിന്നുകൊണ്ട് ഒരു എഴുത്തുകാരി എഴുതുമ്പോൾ ആ സ്ഥലം എന്തുമാത്രം വ്യത്യാസപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ എഴുത്തിലെ സ്ഥലവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മൾ കുട്ടനാടിനെ എഴുതുമ്പോൾ ആ കുട്ടനാട് വളരെയധികം വ്യത്യാസപ്പെടുന്നുണ്ട്. അവിടെ കാണുന്ന പക്ഷികൾ, അവിടെ കാണുന്ന ചെടികൾ, ഇതൊക്കെ ഒരു സാധാരണ കുട്ടനാടിൻ്റെ യാത്രയ്ക്കകത്ത് കാണുന്ന ഒരു
കാര്യങ്ങളല്ല. അത് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിലും പരപ്പിലും എഴുതുമ്പോൾ അത് വേറൊരു കുട്ടനാടായിട്ട് മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഫൈനൽ ഇയറിനാണ്, അവർ നോവൽ എടുത്തുകൊണ്ട് വരും, പഠിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പം ഒരു കുട്ടി വളരെ നിഷ്കളങ്കമായി ചോദിച്ചൊരു ചോദ്യം, ആവർത്തന പുസ്തകം എന്ന് പറയുന്ന നോവലാണ് പഠിക്കാൻ എടുക്കുന്നത്. അപ്പോൾ ദാൽ എന്ന് പറയുന്ന ദേശമുണ്ട്, ആവർത്തന പുസ്തകത്തിലെ ദേശത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ ദാല് കാണാൻ പോകണ്ടേന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ അല്ലടോ, ഇത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെല്ലാം പോകും. നോവൽ എന്ന് പറയുന്നത് സാങ്കല്പിക ദേശങ്ങളിൽ കൂടിയുള്ളൊരു സഞ്ചാരമാണ്. ഒറിജിനലായിട്ടൊരു ദേശം ഉണ്ടാവാം, പക്ഷെ അതിൻ്റെ റെപ്ലിക്കയോ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചകളോ ഒക്കെ ആയിരിക്കാം നോവലിൽ ദേശം എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അത് അടയാളപ്പെടുത്തപ്പെടുന്ന രീതികൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കണ്ണൂരിൻ്റെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കല്യാണിയിൽ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ പറയുന്ന അവരുടെ വീടുകളിലൊന്നും ആ ഭാഷ ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്നാണ്. ആ നോവലിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ 50 വർഷം മുമ്പ് കണ്ണൂർ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ്. അവരുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ അത് ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അങ്ങനത്തെ കണ്ണൂർ ഭാഷയൊന്നും ഞങ്ങൾ പറയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഓരോ തലമുറ കഴിയുന്ന കണക്കായിട്ട്, ഓരോ ബാച്ച് കഴിയുന്ന കണക്കായിട്ട് അവരത് കൂടുതൽ പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അമ്മമ്മമാർ സംസാരിച്ചിരുന്ന ഭാഷയാണ്, ഇതല്ല ഞങ്ങളുടെ ഭാഷ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞു എന്നാ. അതേപോലെ ആ ദേശം എന്ന് പറയുന്നത് ഊടുവഴികളുടെ തമ്പുരാട്ടിയാണ് ഈ നാട് എന്ന് കല്യാണിയിൽ ഞാൻ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ശൂരനാടിനെ കുറിച്ചാണ്. പക്ഷേ ആ വാക്യം മനസ്സിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു ഊടുവഴിയിൽ കൂടി പോകുമ്പോഴാണ്. അതായത് അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണത്. അതിന് വിലയുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് അത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളൊരു അനുഭവമാണ്. എഴുതുന്നവർക്കും വായിക്കുന്നവർക്കും അത് എങ്ങനെയാണ് ഫീൽ ചെയ്യാന്ന് അറിയില്ല. അതായത് ഒരു വണ്ടിയിൽ ഞാൻ അതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത കണ്ണൂരിൻ്റെ ഒരു കുഗ്രാമത്തിലൂടെ പോകുമ്പോഴാണ് ഊടുവഴികളുടെ തമ്പുരാട്ടിയാണ് ഈ നാട് എന്ന് പറയുന്ന വാക്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ നോവലിൽ ആ വാക്യം ഉപയോഗിച്ചിരിക്കുന്നത് ശൂരനാട് ചിത്രീകരിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ശൂരനാടിനെ ചിത്രീകരിക്കാനാണ് അത് ഉപയോഗിച്ചത്. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ദേശം എന്ന് പറയുന്നത് അതിനകത്തുള്ള കൃത്യമായ ദേശമാവണമെന്നില്ല. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് വന്നിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയിൽ അവിടെയുള്ള തസറാക്കിലെ മനുഷ്യർ ഖസാക്കിലെ ആൾക്കാരൊക്കെ അതിലെ കഥാപാത്രങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. ആ ഡോക്യുമെൻ്ററി കണ്ടവർക്ക് മനസ്സിലാവും അത് ഞങ്ങളാണ്, അത് ഞാനാണെന്നുണ്ട്, മൈമൂന ഞാനാണെന്നൊരു സ്ത്രീ സധൈര്യം അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും അവർ നോവൽ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരില്ല എന്നും പറഞ്ഞു. അത് നോവൽ വായിച്ചിട്ടില്ല. അത് വേറെ ഒരു അനുഭവമാണ്. അവർ നോവൽ വായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരിക്കലും മൈമുന ഞാനാണ് എന്ന് അവകാശപ്പെടുകയുമില്ല. പക്ഷെ അതാണ്, അത് നോവലിൻ്റെ ബാഹ്യമായിട്ടുള്ളൊരു നിലയിൽ നിന്നിട്ടാണ് ആ കഥാപാത്രങ്ങൾ തങ്ങൾ അവിടെ ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്നതും അത് തങ്ങളുടെ ദേശമാണെന്ന് രേഖപ്പെടുത്തുന്നതും. എല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം, നോവലിൽ ഈ ഖസാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം അറിയാമെന്ന് വളരെ ആത്മാർത്ഥമായിട്ടാണ് അവിടുത്തെ ഒരു മനുഷ്യൻ ഈ ഡോക്യുമെൻ്ററി ടീമിനോട് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ദേശത്തെ കൺസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, എഴുത്തുകാരൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിയോട് ഞാനിത് പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി മയ്യഴി ഉണ്ടല്ലോ എന്നാണ്. മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന നോവൽ വായിക്കുന്നത് മയ്യഴി അവിടെ ഉണ്ടല്ലോ, അതല്ലേ, അത് നമുക്ക് പോകാം, നമുക്ക് കാണാം, നമുക്ക് തൊടാം, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് മയ്യഴി. അങ്ങനെയും നോവലിൽ ദേശങ്ങളുണ്ട്. പക്ഷേ മുകുന്ദൻ്റെ മയ്യഴി എന്ന് പറയുന്നത് നോവലിലൊരു ദേശമായി വരുമ്പം അതവിടെ കാണുന്ന പഴയ ഫ്രഞ്ച് അധീന പ്രദേശമല്ല എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. അതിൻ്റെ ലാൻഡ്സ്കേപ്പ്, അതിൻ്റെ ചരിത്രം, അതിൻ്റെ സംസ്കാരം, അവിടുത്തെ ഭാഷ, ഭക്ഷണം, വേഷവിധാനങ്ങൾ, മനുഷ്യരുടെ ചിന്ത, അത് മുഴുവനും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ ഒറിജിനൽ പേരോട് കൂടിയിട്ടാണ് ഒരു ദേശം ഫിക്ഷനിൽ ചിത്രീകരിക്കപ്പെടുന്നതെങ്കിൽ പോലും അതൊരു സാങ്കല്പിക ദേശമാവാനേ തരമുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു നോവലിൽ പണിയെടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കങ്ങനെയാണ് ദേശത്തെ അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത്. വലിയ ദേശം, അതായത് ദേശരാഷ്ട്രം എന്നുള്ള രീതിയിലേക്ക് വരുമ്പം ഇതിൻ്റെ ആ ഒരു കൊട കുറച്ചുകൂടി വലുതാവും. ദേശരാഷ്ട്രം എന്നുള്ള രീതിയിൽ, രാജ്യം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദേശീയത എന്നുള്ള കൺസെപ്റ്റുകളിലേക്ക് നോവൽ കുരുങ്ങുന്ന സമയത്ത് അതിൻ്റെ ക്യാൻവാസ് വലുതാവും. അപ്പോഴും അതിൻ്റെ ടെക്നോളജി ഇത് തന്നെയാണ്. അത് ആ ഒരു രാജ്യമാവണമെന്നില്ല, അത് പലസ്തീനോ അതല്ലെങ്കിൽ അത് ഇസ്രായേലോ അത് ഇന്ത്യ തന്നെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ ഏതുമാകാം. അതിനകത്തുള്ളൊരു ദേശകാലപരമായിട്ടുള്ള അതിർത്തികൾ എന്ന് പറയുന്നത് ഫിക്ഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഫിക്ഷൻ തന്നെയാണ്. ആ അതിർത്തികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഒരു കല്യാണി ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചൊരു നോവലാണ്.
അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഈ ദേശത്തെ സംബന്ധിച്ച് തോന്നിയൊരു കാര്യം, ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സംഘർഷം ഏറ്റവും നന്നായിട്ട് ആവിഷ്കരിച്ചൊരു പുസ്തകമായിട്ടാണ് എനിക്ക് കല്യാണി തോന്നിയത്. കാരണം തെക്ക് വടക്ക് സംഘർഷങ്ങൾ, ഞാൻ ഒരു തവണ അതിനെക്കുറിച്ച് അവിടെ പോയി സംസാരിക്കുകയും ചെയ്തിരുന്നു, രാജശ്രീയുടെ കോളേജിൽ പോയി സംസാരിക്കുകയും ചെയ്തിരുന്നു. എൻ ശശിധരൻ മാഷ് അതിനെക്കുറിച്ച് അതിൻ്റെ അവതാരിക തന്നെ പറയുന്നുണ്ട്. കേരളത്തിലെ ഒരു മിത്താണ് ഈ തെക്ക് വടക്ക് സംഘർഷം എന്നുള്ളത്. മിത്തല്ല, ഒരു തരത്തിലുള്ള യാഥാർത്ഥ്യമാണ്. തെക്കുള്ളവരെക്കുറിച്ച് വടക്കുള്ളവർക്കുള്ള അഭിപ്രായം, വടക്കുള്ളവരെക്കുറിച്ച് തെക്കുള്ളവർക്കുള്ള അഭിപ്രായം. അതിനൊരു കാരണം ഇവിടുന്ന് നടന്ന കുടിയേറ്റമാണ്. ഈ കുടിയേറ്റത്തിലൂടെ അതിൻ്റെ ഒരു രസകരമായ ആവിഷ്കാരം കല്യാണിനും ദാസായാലും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കൊല്ലത്തേക്ക് വിടുമ്പോൾ, ശൂരനാടല്ലേ, കൊല്ലത്തേക്ക് വിടുമ്പോൾ അവിടുത്തെ പശുവിന് പോലും പുള്ളിക്കാരി അത്ര പിടിക്കുന്നില്ല. അവിടെ പറമ്പിൽ കിട്ടിയിരിക്കുന്ന പശുവിന് പോലും പിടിക്കുന്നില്ല. അത്ര രസകരമായൊരു ആവിഷ്കാരമായിരുന്നു ദേശത്തിൻ്റെ. അതെനിക്ക് അങ്ങനെ അന്ന് വായിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു. ഒരു ചോദ്യത്തിനുള്ള സമയം കൂടി ഉണ്ടോ? രാജശ്രീ ആസ്ത്രേയകത്തിൽ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്, റീഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭംഗിയായും ഹൃദ്യമായും അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഹരീഷ് പട്ടുനൂൽ പുഴുവിലെ സാംസയിലൂടെ കാഫ്കയുടെ ക്ലാസിക് രചനയായ മെറ്റമോർഫോസിസിനെ ആധുനികമായ ഒരു അതിർത്തിയിലേക്ക് പുനഃസൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിഹാസത്തെ അത് തിരിച്ച് വായിക്കാനുള്ള ഒരു പ്രേരണ, ഈ കൃതികളെ വായിക്കാനുള്ള ഒരു പ്രേരണ ആൾക്കാരിൽ ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷേ ഇങ്ങനെ പുനരാവിഷ്കരിക്കുമ്പോൾ, പുനഃസൃഷ്ടിക്കുമ്പോൾ അതിലുണ്ടാകാവുന്ന സാംസ്കാരികമായ ഗുണവും ദോഷവും, അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള പ്രേരണ എന്തായിരുന്നു? എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യുന്നത് ആ വലിയ എഴുത്തുകാരുള്ള ആദരവും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ മഹാഭാരതത്തിൽ നിന്നൊരു കാര്യമെടുത്ത് നമ്മളൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നു, ആ മഹാഭാരതത്തെ കഥാപാത്രം എടുക്കുന്നു, അതിനെക്കുറിച്ച് നോവൽ എഴുതുന്നു. അത് ആ മഹാഭാരതത്തോടുള്ള ആദരവ് കൂടിയാണ്. അതിൻ്റെ ഉള്ളിലെ വിടവുകൾ നികത്താൻ, അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ട ഭാഗങ്ങൾ പുനരാവിഷ്കരിക്കാനാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഞാൻ പ്രധാനമായിട്ടും കരുതുന്നത് അങ്ങനെയാണ്. ആത്രേയകമൊക്കെ അതാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. മുമ്പ് രാജശ്രീ പറഞ്ഞ പോലെ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിലേക്ക് അതിനെ കൊണ്ടുവരിക, പുതിയ കാലത്തെ ജീവിതത്തിലേക്ക് ആ എഴുത്തിനെ കൊണ്ടുവരിക. ഒരു 60 വർഷം മുമ്പാണ് മഹാഭാരതത്തെ പുനരാവിഷ്കരിക്കുന്നതെങ്കിൽ ഒരിക്കലും ആത്രേയത്തിൽ എഴുതിയ പോലെ എഴുതാൻ സാധിക്കില്ല. അത് വേറെ തരത്തിലായിരിക്കും എഴുതുന്നത്. പുതിയ കാലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ കാഫ്കയുടെ കഥാപാത്രങ്ങളാണ് ഒരുപക്ഷെ ലോകസാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ള എഴുത്തുകാർ ഉപജീവിച്ചിട്ടുള്ള കാഫ്കയുടെ കഥാപാത്രങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുറാക്കാമി തന്നെ സാംസ എന്ന പേരിൽ തന്നെ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ന്യൂയോർക്കറിലോ മറ്റോ അടിച്ചു വന്ന കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അത്രയധികം, ഒരുപക്ഷെ ഷേക്സ്പിയറിന് ശേഷം അല്ലെ ദസ്തയേവ്സ്കിക്ക് ശേഷം ഒരു ക്ലാസിക് തരത്തിലുള്ള രചനകൾ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനോടുള്ള ആദരവായിട്ടാണ് നമ്മളത് എഴുതുന്നത്. പിന്നെ ഇതിൻ്റെ പരിമിതികളിലും ഒരുപാട് നേട്ടങ്ങളും ഇതുകൊണ്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന നേട്ടം, നമ്മളൊരു കഥാപാത്രത്തെ സ്വതന്ത്രമായിട്ട് ആവിഷ്കരിച്ച് ആ കഥാപാത്ര സൃഷ്ടി നടത്തി അതിനെ വളർത്തിക്കൊണ്ട് വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എഴുത്തുകാരന്. അതേസമയം നമ്മൾ നിലവിലുള്ളൊരു കഥാപാത്രം എടുക്കുമ്പോൾ അയാളുടെ കൂടെ പോരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കൂടെ ആ കഥാപാത്രം ഓൾറെഡി മനുഷ്യരുടെ മനസ്സിൽ കയറിയ ക്യാരക്ടറാണ്. അപ്പോൾ അതിനെ നമുക്ക് എഴുത്തിൽ പുതിയ രീതിയിൽ ആവിഷ്കരിച്ചാൽ മതി. ഇതിന് ദോഷവും ഒരുപാടുണ്ട്. കാരണം ആ കഥാപാത്രത്തിൽ ഉള്ള ഭാരം വലുതാണ്. ആ കഥാപാത്രത്തിന് ഓൾറെഡി ഉള്ള കാലങ്ങളായിട്ട് വായനക്കാരുടെ മനസ്സിലുള്ള ഭാരം വലുതാണ്. ആ ഭാരത്തെ കൂടി പേറിക്കൊണ്ട് വേണം എഴുത്തുകാരൻ അതിനെ ആവിഷ്കരിക്കാൻ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. കൂടുതൽ രാജശ്രീ പറയും. അവിടുന്ന് ഒറ്റ ഇഞ്ച് ഇങ്ങോട്ട് നീങ്ങാൻ തോന്നുന്നു. കാരണം ഈ മെറ്റമോർഫോസിസ് തന്നെ ഇനിയും കൂടുതൽ നോവലുകളുടെ ഒരു സോഴ്സ് ആയിക്കൂടായില്ല. അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞതാണ്, ഹെൻറി ജെയിംസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം അതാണ്. അതിൻ്റെ സെൻറ്റർ എവിടെയാണെന്നുള്ളതാണ്. 5 ദശലക്ഷം രീതിയിൽ അത് മാറ്റി പറയാം. അതേപോലെ തന്നെയാണ് ആത്രേയകത്തിൻ്റെ അവസ്ഥയും മഹാഭാരതത്തിൻ്റെ അവസ്ഥയും. അതിനകത്ത് നിന്ന് എത്ര വേണമെങ്കിലും, ചിലപ്പോൾ നാം ഒരു കഥാപാത്രത്തെ നാം ആവിഷ്കരിച്ചത് കൊണ്ട് മറ്റൊരാൾക്ക് അത് പിന്നെ ആവിഷ്കരിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലൊന്നുമില്ല. ഏത് തലത്തിലേക്ക് വേണമെങ്കിലും പോകാവുന്ന കുറേ സോഴ്സുകൾ അവിടെ ബാക്കിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പുനരാനയനം, അല്ലെങ്കിൽ അതിനെ വീണ്ടും കൊണ്ടുവരൽ എന്ന് പറയുന്നത് അതും ഒരു പുതിയ കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പല തരത്തിൽ മലയാളത്തിൽ നേരത്തെ തന്നെ നടന്നിട്ടുണ്ട്. മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യൻ ലിറ്ററേച്ചറിൽ തന്നെ. അതെന്താ വെച്ചാൽ, നമ്മൾ ഈ മഹാകാവ്യങ്ങളുടെയൊക്കെ ലക്ഷണം പറയുന്ന കൂട്ടത്തിൽ വർണ്ണനകൾ പറയും. വർണ്ണനകൾ, പർവ്വത വർണ്ണന, നഗരവർണ്ണന, ഗർഭവർണ്ണന, കുമാരോദയ വർണ്ണന എന്നാണ് പറയാം. അതൊക്കെ വേണം എന്നാണ് മഹാകാവ്യത്തിൽ. അപ്പോൾ ഇത് ഒരു ടെംപ്ലേറ്റാണ് ശരിക്കും. ഈ വർണ്ണനകൾ ഓരോന്നോരോ ടെംപ്ലേറ്റാണ്. നഗരത്തെ വർണ്ണിക്കുക, പർവ്വതത്തെ വർണ്ണിക്കുക, സമുദ്രത്തെ വർണ്ണിക്കുക. അപ്പോൾ ഇത്തരം ടെംപ്ലേറ്റുകളിലേക്ക് സ്വയം ഒതുങ്ങാൻ കവികൾ നിർബന്ധിതരായിട്ടുണ്ട്. ഒരു ഇന്ത്യൻ രചനാ സങ്കേതത്തിൻ്റെ ഒരു സവിശേഷത കൊണ്ടും കൂടിയാണത്. അപ്പോൾ അത്
ഇപ്പം നമ്മൾ കാളിദാസനെയാണ് വർണ്ണനകളുടെ ഉസ്താദായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വർണ്ണനകളുടെ ഒരു തുടർച്ചയാണ് പിന്നീട് ഇന്ത്യൻ കവികൾ മുഴുവനും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ മേഘ സന്ദേശത്തിൻ്റെ തുടർച്ചയായിട്ട് ഒരുപാട് സന്ദേശകാവ്യങ്ങൾ മലയാളത്തിലേക്ക് വരുന്നുണ്ട്. അതിനകത്ത് ഇനി സന്ദേശകാവ്യങ്ങൾ അല്ലെങ്കിൽ പോലും PK നാരായണ പിള്ളയൊക്കെ പറയുന്നൊരു കാര്യം, വർണ്ണനയുടെ കാര്യത്തിൽ ചെറുശ്ശേരി കാളിദാസനെ മറികടക്കുന്നുണ്ടെന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. കൃഷ്ണഗാഥയിൽ ആനകദുന്ദുഭി മാനിക്കും കൊങ്കകൾ കാനനം മെല്ലെ കറുത്തിതപ്പോൾ, അത് ചാലെ കറുത്തിതപ്പോൾ എന്നാണോ പറഞ്ഞുകൂടാ, ഓർമ്മയിൽ നിന്നാണ്. നന്ദനനുണ്ടായാൽ എങ്ങളെ സ്നേഹമില്ലെന്നത് ചിന്തിച്ചിട്ടെന്ന പോലെ. ഇതൊരു ഗർഭവർണ്ണനയാണിത്. ഇത് വലിയ ഇതാണ് ഉൽപ്രേക്ഷയുടെ ഏറ്റവും മൂർത്തമായിട്ടുള്ള ഭാവമായിട്ടും പറയും. പിന്നെ ഇത് കാളിദാസനെ ചെറുശ്ശേരി മറികടന്നിട്ടുള്ളതായിട്ടും സാക്ഷാൽ സാഹിത്യ പഞ്ചാനനാണ്, വേറെ ആരുമല്ല. അപ്പം നാം അതിനെ അനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുന്നു. പക്ഷേ കുട്ടിക്കൃഷ്ണമാരാർ ഒരു സ്റ്റെപ്പ് അപ്പുറം പോയിട്ട് ഇത് തോണ്ടി കൊണ്ടുവരുന്നുണ്ട്, ഇതിൻ്റെ ശരിയായിട്ടുള്ള അലക എവിടെയാണ് കിടക്കുന്നതെന്ന്. അത് വർണ്ണനകൾ ഈ ടെംപ്ലേറ്റുകൾക്കകത്ത് വെച്ച് കവികൾ വർണ്ണിക്കേണ്ടി വരുന്ന സമയത്ത് കുഞ്ഞുണ്ടാകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഗർഭിണിയാകുന്ന സ്ത്രീയെക്കുറിച്ച് വർണ്ണിക്കേണ്ട സ്ഥലത്ത് കാളിദാസൻ ചെയ്തു വെച്ചൊരു സാധനമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാളിദാസനെയാണ് പിന്നീട് ബാക്കിയുള്ള കവികൾ മുഴുവനും പിന്തുടർന്നത് എന്നുള്ളതിൻ്റെ സാക്ഷ്യമായിട്ട് ആ ഒരു ഭാഗം വരുന്നത്. അതിൽ രഘുവംശത്തിൽ ദിലീപൻ തൻ്റെ ഗർഭിണിയായ ഭാര്യയെ നോക്കുന്ന കാഴ്ചയാണെന്നാണ്. ഗർഭിണിയായിട്ടുള്ള ഭാര്യ അദ്ദേഹം നോക്കുന്നു. ദീർഘകാലത്തെ തപസ്സിന് ശേഷം, ജീവൻ വരെ അപകടപ്പെട്ടു പോകാവുന്ന തരത്തിലുള്ള തപസ്സിന് ശേഷം കിട്ടിയിട്ടുള്ള ആ ഒരു കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട്. അപ്പോൾ അത് വളരുന്ന സമയത്ത് അവളുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ വളരെ അത്ഭുതത്തോടെയും അനുതാപത്തോടെയും ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയുടെ ശരീരത്തിലേക്ക് നോക്കുന്ന കാഴ്ചയാണ് അതിനെ കാളിദാസൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് താമരമൊട്ടുകൾ, വണ്ടിൻ കൂട്ടങ്ങളാൽ മറഞ്ഞിരിക്കുന്ന താമരമൊട്ടുകൾ പോലെയുള്ള മാറിടങ്ങൾ എന്നാണ് കാളിദാസൻ പറഞ്ഞത്. അതായത് ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ മുലക്കണ്ണുകൾ കറക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശമാണ്, ഗർഭലക്ഷണം. അതാണ് കാളിദാസൻ ഉപയോഗിച്ചത്. അത് എവിടെ കിടക്കുന്നു, ചെറുശ്ശേരിയുടെ വർണ്ണന എവിടെ കിടക്കുന്നു എന്ന് മാരാര് പറയാറുണ്ട്. അപ്പോൾ ഈ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പം അതൊരു വെറും സ്ത്രീ ശരീര വർണ്ണന മാത്രമായി പോകുന്നുണ്ട്. ചെറുശ്ശേരിയിലെത്തുമ്പോൾ അതൊരു സ്ത്രീ ശരീര വർണ്ണന മാത്രമാണ്. അവളുടെ മുലകൾ കറുത്തു തുടങ്ങി, അവളുടെ മുലകൾക്ക് മുഖം കറുത്തു, അത് കുഞ്ഞുണ്ടായാൽ ഭർത്താവ് തന്നെ പിന്നീട് പരിഗണിക്കുകയില്ല എന്ന് തോന്നിയിട്ടാണ് എന്നുള്ള രീതിയിലേക്ക്. അത് അലങ്കാരമാണ്, അത് ഭംഗിയുണ്ട്. ചെറുശ്ശേരി ഒട്ടും മോശപ്പെട്ടൊരു എഴുത്തുകാരനാണെന്നല്ല ഈ പറയേണ്ട അർത്ഥം. പക്ഷെ ആ രണ്ട് ഉപമാ പ്രയോഗങ്ങൾക്ക് തമ്മിൽ കടലിൻ്റെയും കടലാടിയുടെയും വ്യത്യാസമുണ്ട് എന്ന് മാരാര് പറയുന്നുണ്ട്. ഇതിനെയും നമ്മൾ പുനരാനയനം തന്നെയാണ് പറയാം, പുനരാവിഷ്കാരം എന്നാണ് പറയാം. ഇത് ഒരു മഹാഭാരതത്തിനെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ എഴുതുന്ന സമയത്ത് ഒന്ന് കാളിദാസൻ്റെ വർണ്ണനയാണെങ്കിൽ മറ്റത് ചെറുശ്ശേരിയുടെ വർണ്ണനയായി പോവും. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മെറ്റാമോർഫോസിസ് വെച്ച് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് സാംസയുടെ ദാർശനിക പ്രശ്നങ്ങളെ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി കാണാം. ഗർഭകാലത്ത് പിന്നെ ഒരു സ്ത്രീ സ്നേഹിക്കപ്പെട്ടിട്ടില്ല, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുട്ടി ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള രീതിയിലൊരു വായന വായിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നത്? അത്തരത്തിലുള്ള വായനകളും കൂടിയാണ്, ആ വായനകളെയും കൂടിയാണ് മലയാളത്തിലെ നോവൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അതായത് അത്തരം ചില വായനകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. എന്നാൽ മാത്രമേ ഈ പുനരായനം എന്തിനാണ് പുനരാഖ്യാനം, എന്തിനാണ് നേരത്തെ പറഞ്ഞു വെച്ച ഒരു കഥയെ വീണ്ടും പറയുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. അതിനുശേഷം മാത്രമേ പാഠാന്തരത എന്താണ്, ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി എന്താണ്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അപ്പോൾ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന സംഗതി എന്തുകൊണ്ടാണ് ആ ടൈറ്റിൽ അവിടെ അത്തരത്തിൽ കിടക്കുന്നത്? അത് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും കിട്ടുന്ന എല്ലാ വേദികളിലും 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് സമയം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്ന സാധനം ഇത്. നോവൽ വായിക്കാൻ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്താണ് നോവൽ, അതെങ്ങനെ വായിക്കണം എന്ന് മനസ്സിലാകാത്തവർ, ഭരതനാട്യം കണ്ടു മാത്രം ശീലിച്ച ഒരു ഭരതനാട്യ മത്സരത്തിന് മാർക്കിടാൻ പോയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കും. നോവൽ വായിക്കാം, പക്ഷെ നോവൽ വിലയിരുത്തണമെങ്കിൽ ആ ക്രാഫ്റ്റിനെ അറിയണം. അത് എങ്ങനെയാണ് ലോകമെമ്പാടും വായനാ സമൂഹം സ്വീകരിക്കുന്നതെന്ന് അറിയണം. അടിസ്ഥാനപരമായിട്ട് അതൊരു ജനപ്രിയ സാഹിത്യ രൂപം തന്നെയാണ് താനും. അങ്ങനെയാണ് അതിൻ്റെ പിറവി. പിന്നീട് അതിന് താങ്ങാവുന്ന ഒരുപാട് ഭാരങ്ങൾ എടുത്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നോവല് വിശ്വമാനവികതയുടെ കലയാണ്, മനുഷ്യൻ്റെ ചരിത്രമാണത്. അതിനെ പല തരത്തിൽ നമുക്ക് വായിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഏകജീവിതാനശ്വര ഗാനം അത് തന്നെയാണ് നോവലിനെ സംബന്ധിച്ചിടത്തോളം പറയാവുന്ന ഒരു ചുരുക്കവാക്യം എന്ന് ഞാൻ കരുതുന്നു. നന്ദി. ഓഡിയൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. നമുക്ക്
പരമാവധി 2 ക്വസ്റ്റ്യനാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. ഹായ്, ഞാൻ ദക്ഷിണ, ഞാൻ 8ലാണ് പഠിക്കുന്നത്. എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നോവലിൽ ദേശം സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ അതിന് എത്രത്തോളം സഹായകരമായിട്ടുണ്ട് എന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു നോവലിലെ ദേശം എല്ലാം വായിക്കുമ്പോൾ നമുക്ക് ഓരോ ഫീലിങ്സ് ഒക്കെ തോന്നുമല്ലോ. അങ്ങനെയുള്ള ഫീലിങ്സ് നിങ്ങൾക്കും തോന്നാറുണ്ടോ? എഴുത്തുകാരുടെ എങ്ങനെയാണ്, വായനക്കാരായ ഞങ്ങളല്ല, എഴുത്തുകാർക്ക് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് എൻ്റെ 2 ക്വസ്റ്റ്യൻസ്. മുമ്പേ പറഞ്ഞല്ലോ, നോവലിലെ ദേശം ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തിപരമായ അനുഭവങ്ങൾ അതിനകത്ത് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തെ ഇപ്പം കാവാലം വിശ്വനാഥക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരാണ്. തകഴിക്ക് മുമ്പ് കുട്ടനാടിനെ ആവിഷ്കരിച്ച എഴുത്തുകാരാണ്. അദ്ദേഹം ഇപ്പോൾ വായിക്കപ്പെടുന്നൊന്നുമില്ല. ആ കാലത്ത് നന്നായി വായിക്കപ്പെട്ട എഴുത്തുകാരാണ്. അദ്ദേഹമാണ് മലയാളത്തിൽ ഒരുപക്ഷെ കുട്ടനാടിനെ ഏറ്റവും നന്നായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏറ്റവും മനോഹരമായിട്ട് കുട്ടനാടിൻ്റെ മിത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള കാവാലം വിശ്വനാഥക്കുറുപ്പാണ്. തകഴി അദ്ദേഹത്തെക്കാളും വലിയ എഴുത്തുകാരനാണ്, പക്ഷേ ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹമാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന്, അദ്ദേഹം ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ നിന്ന് ആവിഷ്കരിച്ചതാണ്. പക്ഷേ അതേസമയം തന്നെ അതിന് നോവലെന്ന വലിയ രൂപത്തിൽ അയാളുടെ ജീവിതാനുഭവത്തിന് പ്രസക്തിയൊന്നുമില്ല. നമ്മുടെ മുന്നിൽ ആ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. അത് വായിച്ച് അത് മുന്നോട്ട് വെക്കുന്ന ദേശത്തെ നമ്മൾ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അയാളുടെ ജീവിതാനുഭവത്തിന് അത് നമ്മൾ പ്രസക്തിയില്ല. അത് പിന്നെ വല്ല പഠനത്തിനും നമുക്ക് ആവശ്യപ്പെടാം എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല, എന്തായിരുന്നു? വ്യക്തിപരമായ അനുഭവം എന്നല്ലേ. എനിക്ക് വേറെ തന്നെ ഒരു ഹിസ്റ്ററിയാണ്, കേസ് ഹിസ്റ്ററിയാണ്. എനിക്ക് സ്വന്തമായി ഒരു ദേശമില്ല. അതുകൊണ്ട് എല്ലാത്തിനെയും മാറി ഒന്ന് കാണാൻ പറ്റും. അതായത് കണ്ണൂരിനെ വേണേൽ കണ്ണൂരിനെ സ്നേഹിക്കാം, കൊല്ലത്തെ വേണേൽ കൊല്ലത്തെ സ്നേഹിക്കാം, രണ്ടിനെയും വെറുക്കണമെങ്കിൽ വെറുക്കാം, രണ്ടിനെയും സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കാം. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. അതായത് അവർ സ്വന്തമല്ലാത്ത ദേശങ്ങളുടെ കാവൽക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് ദേശവും ഞങ്ങളുടേത് തന്നെ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഒരു മമതയും ഒരു ദേശത്തോടും ഇല്ല. ഈ പലമ വേണം, ബഹുസ്വരത വേണം എന്നൊക്കെ പറയുന്ന ഈനാണ്. അതായത് ഒരൊറ്റ മതം മാത്രമേ ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ ഒരൊറ്റ രാഷ്ട്രീയ വിശ്വാസം മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ബോറായിരിക്കും നമ്മുടെ നാട് എന്ന് പറയുന്നത്. പലമകളുള്ളത് കൊണ്ടാണ്. അത് എല്ലാത്തിൻ്റെയും പുറത്ത് നിൽക്കുമ്പോഴാണ് എല്ലാത്തിൻ്റെയും സൗന്ദര്യം മനസ്സിലാവുക. എല്ലാത്തിൻ്റെയും പുറത്ത് നിൽക്കുമ്പോഴാണ് എല്ലാത്തിൻ്റെയും കുറവുകളും മനസ്സിലാവുക. ദേശത്തിനും അത് ബാധകമാണ്. ദേശത്തെ നമ്മൾ സെൻസ് ചെയ്യുന്നത് ആ ദേശത്ത് നാം ജീവിക്കുന്ന സമയത്ത് ആ ദേശം നമുക്ക് തരുന്ന ചില അനുഭവങ്ങളിലൂടെയാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പക്ഷേ അത്രത്തോളം ആവില്ലായിരിക്കും. എന്നാലും എനിക്ക് വിവാഹപ്രായമായ സമയത്ത് എൻ്റെ വീട്ടുകാർ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ അത് തെക്കന്മാരുടെ മോളാണ് എന്നുള്ളതായിരുന്നു. കണ്ണൂർ തെക്കിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടിയ ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് അതെനിക്കൊരു വ്യക്തിപരമായ അനുഭവമാണ്. അതെനിക്ക് ഫീൽ ചെയ്യും. കാരണം ഞാൻ ജനിച്ചു വളർന്ന നാടാണ് കണ്ണൂർ. പക്ഷെ എന്തുകൊണ്ടാണ് ഞങ്ങൾ തെക്കന്മാരായത്? പെട്ടെന്ന് ഞങ്ങൾ തെക്കന്മാരായത് എങ്ങനെ? അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കണ്ണൂരുകാർ വരുന്നുണ്ട് എന്ന് പറയും. അമ്മയുടെ നാട്ടിൽ നിന്ന്, അച്ഛൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ കണ്ണൂരുകാർ വരുന്നുണ്ടെന്നാണ് പറയുക. അപ്പോൾ അത് ശരി, അപ്പോൾ അത് മറ്റൊരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അത്തരത്തിൽ ദേശങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരുമ്പോഴാണ് ആ ദേശം എന്ന് പറയുന്ന സംഗതി ഞങ്ങളുടെ ഉള്ളിലേക്ക് തറയ്ക്കുക. ഞാനിപ്പോൾ ഉപയോഗിച്ച ഈ ദേശം എന്ന് പറയുന്ന വാക്കിന് അതിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പ്രദേശം എന്ന് മനസ്സിലാക്കണം എന്നും കൂടി ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ ദേശത്തെ മറ്റൊരർത്ഥത്തിലും കൂടി പറയാറുണ്ട്. അതുകൊണ്ടാണ്.